അറിവിന്റെയും ആശയങ്ങളുടെയും പുതിയ ലോകം തുറന്ന് 4ാമത് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയും. 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വായനയുടെ മഹാമേള ഉദ്ഘാടനം ചെയ്യും. ആധുനിക മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് NS മാധവന് ഈ വർഷത്തെ നിയമസഭാ പുരസ്കാരം ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. ജനുവരി 13 വരെ നീണ്ടു നിൽക്കുന്നതാണ് മേള. ആക്ഷൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആക്ഷൻ ഡിയാഗോ, നമ്മളും ഈ മേളയുടെ ഭാഗമാകുന്നുണ്ട്. വായനയുടെ വാതിലുകൾ തുറന്ന് വീണ്ടും ഒരിക്കൽ കൂടി നിയമസഭാ പുസ്തകോത്സവം വരികയാണ്. നിയമസഭ തന്നെ സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ഇത്തവണയും ഗംഭീരമായി തന്നെയാണല്ലേ നിയമസഭാ പുസ്തകോത്സവം? ആക്ഷൻ ഡിയാഗോ. അരുൺ, തീർച്ചയായും അതിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ തവണത്തേക്കാൾ പ്രൗഢഗംഭീരമായാണ് ഇത്തവണയും പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. അതിന്റെ മുന്നോടിയായി തന്നെ കഴിഞ്ഞ ദിവസം സ്പീക്കർ ഈ വർണ്ണാലങ്കാരങ്ങളുടെയും ലൈറ്റുകളുടെയും സ്വിച്ച് ഓൺ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ഇവിടേക്ക് നിയമസഭകൾ കാണുന്നതിനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ പുസ്തകങ്ങൾ കാണുന്നതിനും വായിക്കുന്നതിനും അറിവ് നേടുന്നതിനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഉത്സവത്തിന്റെ ആഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി തിരിതെളിക്കും എന്നുള്ളതാണ്. ശങ്കരൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 മണിയോടുകൂടി തന്നെ ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതാണ്. സ്പീക്കർ എൻ ഷംസീർ അധ്യക്ഷത വഹിക്കും. ആധുനിക മലയാള സാഹിത്യത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് NS മാധവന് ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടിയുണ്ട് അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ സമാപന ദിവസമായ 13-ാം തീയതി റിപ്പോർട്ടർ TVയുടെ വക ജനങ്ങൾക്ക് ഒരു ആഘോഷം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇതേ ഹാളിൽ തന്നെയായിരിക്കും ഒരു സംഗീത നിശ തന്നെയാണ് അന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിധു പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള താരങ്ങൾ ഇവിടെ എത്തി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കും. ഇതൊക്കെ കാണാനുള്ള ഒരു സുവർണ അവസരമാണ് ആളുകൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഗംഭീരമാക്കാം, കളറാക്കാം. വായനയുടെ ലോകം എവിടെ തുറന്നാലും നമ്മൾ അതിന്റെ മുന്നിലുണ്ടാവും. അത് വാതിൽ തുറക്കാനും വാതിൽ തുറന്ന മനുഷ്യരെ സ്വീകരിക്കാനും നല്ല കാര്യമല്ലേ?